1-2 മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം ജനകീയ ഡോക്ടർ ഹാരിസ് 17 വയസ്സുള്ള പേഷ്യന്റിന് ശസ്ത്രക്രിയ നടത്താൻ ഉപകരണങ്ങൾ ലഭ്യമല്ല എന്ന് പറയാൻ എന്താണ് കാരണം? ഇന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഭരണസമിതികളും ആദ്യം സന്ദർശിക്കേണ്ടത് അതാത് പ്രദേശത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, താലൂക്ക് ആശുപത്രി, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, സബ് സെന്റർ എന്നിവ സന്ദർശിച്ച് മെഡിക്കൽ ഓഫീസർ സൂപ്രണ്ടുമായി സംസാരിച്ച് ഹോസ്പിറ്റലിലെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പഠിച്ചതിന് ശേഷം അത് പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും വിവിധ ഫണ്ടുകൾ, ആരോഗ്യമേഖലയിൽ ഉപയോഗിക്കുന്ന വിവിധ ഫണ്ടുകൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമേഖലയിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അതിന് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഒരു വികസന കമ്മിറ്റി രൂപീകരിക്കുകയും ഫുൾ ടൈം ഇൻവോൾവ്മെന്റ് ചെയ്യുകയുമാണ് വേണ്ടത്.